വയനാട് തലപ്പുഴയിൽ കടുവയ്ക്കായി വനം വകുപ്പിന്റെ ഊർജിത തെരച്ചിൽ. വിവിധ സംഘങ്ങളായി തിരഞ്ഞ് കടുവയെ കണ്ടെത്താനുള്ള ശ്രമമാണ്. 8 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ഈ പ്രദേശത്ത് ഇറങ്ങുന്നത് എന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. 1.5 മാസമായി തലപ്പുഴ 43-ാം മൈലിലും ഗോദാവരി ഉന്നതിക്ക് സമീപവും ജോൺസൺ കുന്നിലും കമ്പിപ്പാലത്തും എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തുമുൾപ്പെടെ കടുവ സാന്നിധ്യമുണ്ട്. കടുവയെ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആദ്യ പരിഗണന. സായുധ വനപാലക സംഘമാണ് വനത്തോട് ചേർന്ന പ്രദേശത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇടയ്ക്ക് കയറി ചതുപ്പുള്ള സ്ഥലങ്ങളിൽ കടുവ കിടക്കാറുണ്ട്. പകൽ സമയം, രാത്രിയാണ് അദ്ദേഹം ഇര തേടുന്നത്. അപ്പോൾ ആ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനെ ഓടിച്ചു വിട്ട് ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ച് കാട്ടിലേക്ക് വിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ. വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് നാട്ടുകാരും തവിഞ്ഞാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും. എൻ്റെ വാർഡിൽ ഈ കടുവ സാന്നിധ്യം ഉണ്ട് എന്നൊരു കുടുംബം അറിയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വനംവകുപ്പിൻ്റെ ക്യാമറയിൽ ഇന്നലെ രാവിലെ 7 മണിക്ക് പരിശോധനയിൽ കടുവയുടെ ചിത്രം പതിയുകയും ചെയ്തു. അവരെല്ലാവരുടെയും തന്നെ അവരുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഗോദാവരി ഉന്നതിക്കടുത്ത് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കയറുന്നില്ല. ഇതുവരെ വളർത്തുമൃഗങ്ങളെ ഈ കടുവ പിടികൂടിയിട്ടില്ല. പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊലപ്പെടുത്തിയതോടെയാണ് പ്രദേശവാസികളുടെ ആശങ്ക കൂടിയത്. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് നടപടികൾ വേഗത്തിലാക്കുന്നത്. 24 വയനാട്.